എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് എന്നിവ നൽകി. വെരിഫിക്കേഷൻ കോഡല്ല, ജസ്റ്റ് കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു സമയത്ത് ഇത് ചേഞ്ച് ആവും. നിങ്ങൾക്ക് എപ്പോഴാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പ് വിൻഡോ വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡൗൺലോഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു തിങ്കളാഴ്ച, അതായത് ജൂലൈ 22-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു സ്കൂൾ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ആദ്യം ലഭിച്ചിട്ടുള്ള ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ അത് അടച്ചാൽ മതിയാകും. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സ്ട്രാ ഫീ പേയ്മെൻ്റ് ഇല്ല. നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് മാറ്റം ലഭിച്ചിട്ടുള്ളത്, അതായത് കോഴ്സ് മാറിയിട്ടില്ല, എന്നാൽ സ്കൂൾ മാത്രമേ മാറിയിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ PTA ഫണ്ടും ഇതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് തരും. അത് എടുത്തുകൊണ്ട് നിങ്ങൾ പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾ നൽകിയുള്ള സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ PTA ഫണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ തിരിച്ചു തരും. അതിനുശേഷം നിങ്ങൾ പുതിയ സ്കൂളിൽ പോകുന്ന സമയത്ത് ആദ്യം സ്കൂളിൽ അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ്റെ ആ ഒരു സ്ലിപ്പ്, അതായത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ജൂലൈ 22-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ സ്കൂളിൽ നിർബന്ധമായിട്ടും സ്ഥിരപ്രവേശനമാണ് നേടേണ്ടത്, അത് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ 22-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യും, എന്നാൽ ട്രാൻസ്ഫർ കിട്ടാതെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിലവിൽ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.